ബയോമെഡിക്കൽ ഇൻസ്ട്രുമെന്റ് ലാബ് 5249 നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പേസ് മേക്കർ സർക്യൂട്ടിനെ പറ്റിയാണ്. നിങ്ങളുടെ സിലബസ് ഇതാണ്. ഇതിനകത്ത് ഫസ്റ്റ് എക്സ്പെരിമെന്റ് ടു കൺസ്ട്രക്ട് പേസ് മേക്കർ സർക്യൂട്ട് ആൻഡ് പ്ലോട്ട് ഇറ്റ്സ് ഔട്ട്പുട്ട് വേവ് ഫോം. ഇതാണ് നമ്മുടെ എക്സ്പെരിമെന്റ്. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. പേസ് മേക്കർ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം, നിങ്ങളത് പഠിച്ചു കഴിഞ്ഞു ഓൾറെഡി. അപ്പോൾ ഞാനത് കൂടുതലായിട്ട് തിയറിറ്റിക്കൽ സൈഡിലോട്ട് പോകുന്നില്ല. ഹൃദയം ഒരു വർക്ക് ചെയ്യാത്തൊരു കണ്ടീഷനിൽ നമുക്ക് പേസിങ് ആവശ്യമായിട്ട് വരും. ഓക്കെ, ആ സമയത്ത് നമ്മൾ ഇലക്ട്രിക്കൽ ഇമ്പൾസ് നമ്മൾ ചെസ്റ്റിൽ കൊടുക്കും. അതാണ് പേസ് മേക്കർ. ആ ഡിവൈസാണ് പേസ് മേക്കർ. അപ്പോൾ രണ്ട് ടൈപ്പുള്ള പേസ് മേക്കർ ഉണ്ട്. എക്സ്റ്റേണൽ പേസ് മേക്കർ ആൻഡ് ഇന്റേണൽ പേസ് മേക്കർ. എക്സ്റ്റേണൽ പേസ് മേക്കർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് പിന്നെ ബോഡിക്ക് പുറത്ത് പേസ് ചെയ്യും. അപ്പം അങ്ങനെ പേസിങ് പൾസ് ബോഡിക്ക് പുറത്തായിരിക്കും കൊടുക്കുക. ഇന്റേണൽ പേസ് മേക്കർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഡയറക്റ്റ് ഹാർട്ടിൽ ഹൃദയത്തിലാണ് കൊടുക്കുന്നത്. അത് ഓൾറെഡി നിങ്ങളത് പഠിച്ചു കഴിഞ്ഞു. പിന്നെ രണ്ട് ടൈപ്പ് പേസ് മേക്കർ ഉണ്ട്. ഫിക്സഡ് റേറ്റ് പേസ് മേക്കർ ആൻഡ് ഡിമാൻഡ് ടൈപ്പ് പേസ് മേക്കർ. ഫിക്സഡ് റേറ്റ് പേസ് മേക്കർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഫിക്സഡ് പൾസിനെ കൊടുക്കും. എന്ന് വെച്ചാൽ ഫോർ എക്സാമ്പിൾ ഹൃദയം തീരെ വർക്ക് ചെയ്യാത്തൊരു കണ്ടീഷനിൽ കണ്ടിന്യൂസ് ആയിട്ട് 60 BPM പൾസ് അപ്ലൈ ചെയ്യേണ്ട ഒരു കണ്ടീഷൻ. അങ്ങനെയാണെങ്കിൽ അത് കണ്ടിന്യൂസ് ആയിട്ട് 60 നമ്മൾ അത് സെറ്റ് ചെയ്യുകയാണെങ്കിൽ 60 BPM അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, ഡിമാൻഡ് ടൈപ്പ് പേസ് മേക്കർ ആണെങ്കിൽ ഇപ്പം നമ്മൾ പൾസ് ഹൃദയം കുറച്ചൊരു വർക്കിംഗ് കണ്ടീഷനിൽ ആണെങ്കിൽ, അതായത് നമ്മൾ പൾസ് കൊടുക്കുന്നു, പൾസ് കൊടുത്ത് ഒരു 2 പൾസ് കൊടുത്തു, മൂന്നാമത്തെ പൾസിൽ ഹൃദയം തന്നെ ആക്റ്റീവായി, അങ്ങനെയാണെങ്കിൽ പൾസ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഫോർ എക്സാമ്പിൾ 60 BPM നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യത്തെ പൾസ് കൊടുത്തു, എന്നിട്ട് 60 BPM ഒരു സെക്കൻഡ് വെയിറ്റ് ചെയ്ത് നോക്കി, ഹൃദയം വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കി. വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ അടുത്ത പൾസ് കൊടുത്തു. വീണ്ടും ഒരു സെക്കൻഡ് നോക്കി, വർക്ക് ചെയ്യുന്നില്ല, എന്നാൽ അടുത്ത പൾസ് കൊടുത്തു. വീണ്ടും ഒരു സെക്കൻഡ് നോക്കുന്ന സമയത്ത് തന്നെ ഹൃദയം അത് വർക്ക് ചെയ്യാൻ തുടങ്ങി. ഓക്കെ, അടുത്ത പൾസ് കൊടുക്കുന്നതിൻ്റെ മുന്നേ തന്നെ ഹൃദയം അത് വർക്ക് ചെയ്യാൻ തുടങ്ങിയെങ്കിൽ ഹൃദയം നോർമലായിട്ട് വർക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ആയിരിക്കുന്നു. ഇനി പൾസ് വേണ്ട, അല്ലെങ്കിൽ റേറ്റ് റെസ്പോൺസീവ് പൾസ് പേസ് മേക്കറാണ്. അതായത് നമുക്ക് അത് സെറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ 72 BPM ആണെങ്കിൽ 72 BPM ഉള്ളിൽ ഹൃദയം വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ കൊടുക്കേണ്ട ആവശ്യമില്ല. ആ സമയത്ത് പേസ് മേക്കറിൻ്റെ ആവശ്യം അവിടെ ഇല്ല എന്നുള്ള രീതിയിൽ അത് ഡിമാൻഡ് പേസ് മേക്കർ. അപ്പോൾ ഡിമാൻഡ് ഉണ്ടെങ്കിൽ കൊടുക്കുക. ഓക്കെ, അങ്ങനെ ഇത് നമ്മൾ ഇപ്പം കൂടുതലായിട്ട് നമ്മൾ നോക്കുന്നത് ഇവിടെ ഫിക്സഡ് റേറ്റ് പേസ് മേക്കറിനെ പറ്റിയിട്ടാണ്. അതിൻ്റെ വേവ് ഫോമും കാര്യങ്ങളും അതെങ്ങനെ ഡിസൈൻ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. നമുക്ക് അതിലേക്ക് പോകാം. പേസ് മേക്കർ പൾസ് ഇങ്ങനെയാണ് സാധാരണ പേസ് മേക്കർ പൾസ് ഉണ്ടാവുക. അപ്പം ഇത് വളരെ ജനറൽ ആയിട്ടുള്ളൊരു പേസ് മേക്കർ പൾസാണ്. ഇത് 60 BPM വേണ്ടിയിട്ടാണ് ഇവർ ഇത് ചെയ്തിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഇത് പൾസ് വിടുത്താണ്. നമ്മളിപ്പം പറയുന്നത് എക്സ്റ്റേണൽ പേസ് മേക്കറെ പറ്റിയാണ്, ഇന്റേണൽ പേസ് മേക്കറെ പറ്റിയല്ല. ഇത് ഒരു പേസിങ് പൾസ് ഡ്യൂറേഷനാണ്. പോസിറ്റീവ് ഗോയിങ് പൾസ് നമ്മൾ അപ്ലൈ ചെയ്യുന്നു. ഇത്ര പൾസ് വിടുത്ത് എത്ര, എങ്ങനെ അത് കിട്ടി എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. പിന്നെ അടുത്ത പേസ് മേക്കർ പൾസ് അപ്ലൈ ചെയ്യുന്നത് 1 സെക്കൻഡ് കഴിഞ്ഞിട്ടാണ്. എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താ? ഒരു പേസ് മേക്കർ പൾസ് കൊടുത്തു, അടുത്തത് കൊടുക്കുന്നത് 1 സെക്കൻഡ് കഴിഞ്ഞാണ്. അങ്ങനെ 60 സെക്കൻഡിൽ 1 മിനിറ്റിൽ എത്ര പ്രാവശ്യം ഉണ്ടാവും? 1 മിനിറ്റിൽ ഇങ്ങനെ 60 സെക്കൻഡുകൾ ഉണ്ടാവും. 1 മിനിറ്റിൽ 60 സെക്കൻഡ് പ്രാവശ്യം ഹൃദയത്തിന് പേസിങ് കൊടുത്തു. എന്ന് വെച്ചാൽ 1 മിനിറ്റിൽ 60 എന്ന് വെച്ചാൽ എന്താ? 60 BPM. ഇപ്പോൾ 60 BPM കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു പേസ് മേക്കർ പൾസാണിത്. ഇത് വളരെ ജനറൽ ആയിട്ടുള്ള ഒരു പൾസാണ്. ഇങ്ങനെ ഒരു പോസിറ്റീവ് ഗോയിങ് പൾസ് നമ്മൾ കൊടുക്കുന്നു. അപ്പോൾ ഹൃദയം അതിനനുസരിച്ച് വർക്ക് ചെയ്യുന്നു. ഈ ഒരു കണ്ടീഷനിൽ നമ്മൾ ഇങ്ങനെ ഒരു പൾസ് കൊടുത്താൽ ഇത് കൊടുക്കുന്നത് നമ്മൾ സാധാരണ പിന്നെ അതിൽ പേസ് മേക്കറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പാഡിൽസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് ബോഡിയിൽ അറ്റാച്ച് ചെയ്ത് ആ പാഡിൽസ് മുഖേനയാണ് നമ്മളിത് കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ എക്സ്റ്റേണൽ പേസ് മേക്കറിനെ പറ്റിയാണ് കേട്ടോ പറയുന്നത്, ഇന്റേണൽ പേസ് മേക്കറെ പറ്റിയല്ല. അങ്ങനെ കൊടുക്കുന്ന സമയത്ത് അതിനകത്ത് ജെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മളിങ്ങനെ ഒരു പേസിങ് പൾസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ ഹൈഡ്രോളിസിസ് സംഭവിക്കും. അവിടെ ഓക്സിജൻ ഉണ്ടാവും, ഹൈഡ്രജൻ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു ഓക്സിജൻ ഹൈഡ്രജൻ ഉണ്ടാകുന്ന സമയത്ത് ഇതിന് നമ്മുടെ ബോഡി ടു ഇലക്ട്രോഡ് ഇമ്പിഡൻസിന് ചേഞ്ച് ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്, ഇമ്പിഡൻസ് കൂട്ടാനുള്ള സാധ്യതയുണ്ട്.
അങ്ങനെയാണെങ്കിൽ ഇതൊരു പേസിംഗ് പൾസ് പോസിറ്റീവ് കൊടുത്തതിന് കറസ്പോണ്ടിങ് ആയിട്ട് ചാർജ് റിലീസ് ആകുകയും അതിനനുസരിച്ചിട്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. അപ്പോൾ എന്ത് ചെയ്യും, ഇതിന് റിവേഴ്സായിട്ട് ചെറിയൊരു വോൾട്ടേജ് കൂടെ കൊടുത്ത് അതിനെ നള്ളിഫൈ ചെയ്യും. അങ്ങനത്തെ പേസ് മേക്കറാണിത്. സാധാരണ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ സാധാരണ മെഷീനിലൊക്കെ യൂസ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ ജനറൽ ആയിട്ടുള്ള ഈ പേസ് മേക്കർ പൾസ് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ള രീതിയിലാണ്. പേസിംഗ് പൾസ് ഡ്യൂറേഷൻ, എങ്ങനെ പേസിംഗ് കൊടുക്കണം, പൾസിൻ്റെ ഡ്യൂറേഷൻ എത്ര, ഇതാ ഈ പൾസ് എടുത്താണ് ഉദ്ദേശിക്കുന്നത്. ജനറലായിട്ട് നമ്മൾ കൊടുക്കുന്നത് 0.15 to 1.5 മില്ലി സെക്കൻഡ് ഡ്യൂറേഷനിലാണ്. എന്തുകൊണ്ടായിരിക്കും ഈ ഒരു ഡ്യൂറേഷനിൽ കൊടുക്കാനുള്ള കാരണം എന്താ വെച്ചാൽ, നമ്മൾ ചെസ്റ്റിലേക്കാണ് ഈ പറഞ്ഞ പേസിംഗ് ഇലക്ട്രോഡ്സ് കാര്യങ്ങളൊക്കെ അറ്റാച്ച് ചെയ്യുന്നത്. ഇങ്ങനെ അറ്റാച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഹൃദയത്തിനെ ആക്ടിവേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ സ്റ്റിമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് കൊടുക്കുന്നത്. അപ്പം ഇങ്ങനെ ഒരു പൾസ് കൊടുക്കുന്ന സമയത്ത് ഹൃദയം മാത്രമാണോ ആക്റ്റീവ് ആവുക, അല്ലെങ്കിൽ അത് ഈ പേസിംഗ് പൾസ് കൊടുക്കുന്ന സമയത്ത് വൈബ്രേറ്റ് ചെയ്യുന്നത് അല്ല. ചെസ്റ്റ് വോൾസ് വൈബ്രേറ്റ് ചെയ്യും, തൊറാസിക് മസിൽസ് വൈബ്രേറ്റ് ചെയ്യും. അപ്പം കുറേ പഠനങ്ങൾ തെളിയിച്ചിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഓരോരോ ഡിഫറെൻറ്റ് പൾസ് റേറ്റ് കൊടുത്തു നോക്കി, ഇങ്ങനെ ഈ പൾസിങ് ഡ്യൂറേഷൻ കൊടുത്തു നോക്കി. ഇതൊരു പൾസ് കൊടുത്താണല്ലോ, അപ്പോൾ ഇതിനേക്കാളും കുറച്ച് കൂട്ടി കൊടുത്തു നോക്കി, വീണ്ടും കൂട്ടി കൊടുത്തു നോക്കി, ഇതിനേക്കാളും കുറച്ച് കൊടുത്തു നോക്കി, അങ്ങനെ ചെയ്ത് നോക്കിയപ്പം മനസ്സിലായത്, ഹൃദയം ആക്ച്വലായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ, ആ ഹൃദയത്തിന് കറക്റ്റായിട്ട് ആ പൾസ് എത്തണമെങ്കിൽ 0.15 മില്ലി സെക്കൻഡ് ടു 1.5 മില്ലി സെക്കൻഡ് ഡ്യൂറേഷനിൽ വേണം ഈ പൾസ് കൊടുക്കാൻ എന്നുള്ള രീതിയിലാണ്. അത് നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. നിങ്ങൾക്കത് കൂടുതൽ പഠിക്കണമെങ്കിൽ പൾസ് വേവ് ഫോം സ്റ്റഡി ഉണ്ട്, അത് അമേരിക്കൻ പാറ്റന്റ് ഡോക്യുമെന്റ്സ് ഉണ്ട്. അപ്പോൾ അതിനകത്ത് അത് വിശദമായിട്ട് അത് കുറച്ച് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. നമ്മളിപ്പോൾ ആ സൈഡിലോട്ടൊന്നും അധികം പോകുന്നില്ല, നമുക്ക് പ്രാക്ടിക്കൽ സൈഡിലോട്ടാണ് കൂടുതൽ വരേണ്ടത്. നോക്കാം. ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്ന എക്സ്പെരിമെൻറ്റിൻ്റെ ഒരു ജനറലൈസ്ഡ് ബ്ലോക്ക് ഡയഗ്രാം. നമുക്ക് വേണ്ടത് ഇങ്ങനത്തെ പൾസാണ്. ഈ പറഞ്ഞല്ലോ, ഇങ്ങനത്തെ പൾസിൽ ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഇത് പൾസ് വിഡ്ത്ത് എന്ന് പറയുന്നത് ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എത്രയാണ്? 0.15 മില്ലി സെക്കൻഡ് ടു 1.5 മില്ലി സെക്കൻഡ് ഡ്യൂറേഷനിലാണ് നമ്മൾ കൊടുക്കുന്നത്. നമ്മൾ ജനറലായിട്ട് ഇവിടെ എടുത്തിരിക്കുന്നത് 0.5 മില്ലി സെക്കൻഡ് ഡ്യൂറേഷനാണ്. മനസ്സിലായില്ലേ? അങ്ങനെ നോക്കുമ്പോൾ ഇത് 0.5 മില്ലി സെക്കൻഡ് ഡ്യൂറേഷനാണ്. 0.5 മില്ലി സെക്കൻഡ് എക്സാക്ട്ലി അത്രയും പൾസ് വിഡ്ത്തിൽ വേണം നമ്മൾ പൾസ് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പം ഈ പൾസ് വിഡ്ത്ത് ഒരിക്കലും ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. അപ്പം എക്സാക്ട്ലി ഈ പൾസ് വിഡ്ത്ത് തരുന്ന സർക്യൂട്ട് ഏതാണ്? അത് മോണോസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ ആണ്. അതാണിത്. ഇത് 0.5 മില്ലി സെക്കൻഡ് തരുന്ന ഔട്ട്പുട്ടിൽ 0.5 മില്ലി സെക്കൻഡ് ഡ്യൂറേഷൻ എക്സാക്ട്ലി കിട്ടണം. അതിന് മോണോസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ ആണ് നമ്മൾ യൂസ് ചെയ്യുക. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത കാര്യം, ഇതിനെ തീരുമാനിക്കുന്നത് എന്താ? ഒരു പൾസ് കഴിഞ്ഞു, ഈ പൾസ് കൊടുത്തപ്പോൾ ഹൃദയം വൈബ്രേറ്റ് ആയി, അടുത്ത പൾസ് കൊടുക്കുന്നു. അടുത്ത പൾസ് കൊടുക്കുന്നത് എത്രയാണെന്ന് ആരാ തീരുമാനിക്കുക? ഡോക്ടേഴ്സ് തീരുമാനിക്കും. 60 BPM ആണെങ്കിൽ ഒരു പൾസ് കൊടുത്തു, അടുത്ത പൾസ് 1 സെക്കൻഡ് കഴിഞ്ഞിട്ട് കൊടുക്കണം. അങ്ങനെയാണല്ലോ, ഓരോ സെക്കൻഡ് കഴിഞ്ഞാൽ 60 സെക്കൻഡ്, അതായത് ഒരു മിനിറ്റിൽ 60 BPM ഉണ്ടാവും. ഓക്കെ, അപ്പം ഈ ഒരു സംഗതി, ഇതിനെ ഒരു പേസിംഗ് പൾസ് കഴിഞ്ഞ് അടുത്ത പേസിംഗ് പൾസ് കൊടുക്കാനുള്ള ഡ്യൂറേഷനെ തീരുമാനിക്കുന്നത് ഡോക്ടേഴ്സാണ്. അപ്പോൾ നമുക്ക് ജനറലായിട്ട് നമ്മൾ നമുക്ക് നോർമൽ ഹാർട്ട് റേറ്റ് എത്രയാ? 72 BPM. അത് 72 BPM ആയിട്ട് നമുക്ക് ഡിസൈൻ ചെയ്യാം. അപ്പം ഇത് ആദ്യം ഒരു പൾസ് കൊടുത്തു, പിന്നെ അടുത്ത പൾസ് കൊടുക്കുന്നു. അപ്പം ഈ ഒരു സംഗതി നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് അസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ അസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്ററിൻ്റെ ഒരു വേവ് ഫോം ഇങ്ങനെയാണ് വരിക. നിങ്ങൾക്കത് അറിയാം. ഇതാണ് അസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്ററിൻ്റെ ഓൺ ടൈം, ഇതാണ് അസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്ററിൻ്റെ ഓഫ് ടൈം. ഓഫ് ടൈം നോക്കിയാൽ ഈ മോണോസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ വർക്ക് ചെയ്യുന്നത് എപ്പോഴാണോ മോണോസ്റ്റേബിളിൻ്റെ ട്രിഗർ, ഇത് ട്രിഗറാണ്, ട്രിഗർ നെഗറ്റീവ് ആകുന്നത് അല്ലെങ്കിൽ 0 ആകുന്നത്, ആ സമയത്താണ് ഇത് 0.5 മില്ലി സെക്കൻഡ് ഡ്യൂറേഷനിൽ ഒരു പോസിറ്റീവ് പൾസിനെ തരിക. പിന്നെ അതായത് ഇങ്ങനെ നെഗറ്റീവ് ആകുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ 0 ആകുന്ന സമയത്ത് 0.5 മില്ലി സെക്കൻഡ് ഡ്യൂറേഷനിൽ തരും. പിന്നെയോ, അപ്പോൾ അടുത്ത നെഗറ്റീവ് ആകുന്നത് എപ്പം കൊടുക്കണം? ഒരു 70 BPM കറസ്പോണ്ടിങ് എത്രയാണോ ടൈം പീരീഡ് അത്രയും കഴിഞ്ഞിട്ട് അടുത്ത നെഗറ്റീവ് ആകുന്നത് കൊടുക്കണം. അപ്പോൾ എന്ത് ചെയ്യും? അടുത്ത ഒരു പേസിംഗ് പൾസിനെ കൂടെ തരും.
ഈ ഇത് ഉണ്ടാക്കുന്നത് പേസിങ് പൾസ് ടി ഓൺ 0.5 മില്ലി സെക്കൻഡ് ഡ്യൂറേഷൻ എക്സാക്ട്ലി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് മോണോസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ യൂസ് ചെയ്തത്. അപ്പം ഇതാണ് ഇതിൻ്റെ ജനറലൈസ്ഡ് ആയിട്ടുള്ള ഒരു ബ്ലോക്ക് ഡയഗ്രാം. അപ്പോൾ അസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ ആണ്. അസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്ററിൻ്റെ ടി ഓൺ എന്ന് വെച്ചാൽ ഇവിടം മുതൽ ഇവിടം വരെയാണ്. പിന്നെ അത് നെഗറ്റീവ് എത്രത്തോളം സീറോ തരണം എന്ന് തീരുമാനിക്കുന്നത് ഇതാണ്. ഓക്കെ, അപ്പം നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ. ഇത് 0.3 മില്ലി സെക്കൻഡ് ആണ് ഈ ആയിട്ടാണ് ഞാൻ തൽക്കാലം ഇത് എടുത്തിരിക്കുന്നത്. എന്തുകൊണ്ടാണ് എടുത്തതെന്ന് ഞാൻ പറഞ്ഞുതരാം. എപ്പോഴാണോ ഇത് നെഗറ്റീവ് ആകുന്നത് അല്ലെങ്കിൽ സീറോ ആകുന്നത് ആ സമയത്താണല്ലോ ഇത് ഔട്ട്പുട്ടിൽ ഒരു വേവ് ഫോമിനെ തരിക. ഫോർ എക്സാമ്പിൾ ഇത് 0.5 മില്ലി സെക്കൻഡ് ആണ് ഔട്ട്പുട്ട്. 0.5 മില്ലി സെക്കൻഡിനേക്കാളും കൂടുതൽ എത്രയാ 0.6 മില്ലി സെക്കൻഡ് ഡ്യൂറേഷനിൽ ഇത് സീറോ ആയി നിന്നു. കുറച്ചുകൂടി കൂടുതൽ ഡ്യൂറേഷനിൽ ഇത് സീറോ ആയി നിന്നു വിചാരിക്കാം. അപ്പോൾ എന്ത് സംഭവിക്കും? ഇത് പെട്ടെന്ന് ഇത് ഹൈന്ന് ലോ ആകുന്ന സമയത്ത് ഇവിടെ ഒരു നെഗറ്റിവിറ്റി ഇത് 0.5 മില്ലി സെക്കൻഡ് ഡ്യൂറേഷനിൽ ഒരു പൾസിനെ തരും. അത് കഴിഞ്ഞിട്ട് ആ 0.5 മില്ലി സെക്കൻഡ് കഴിഞ്ഞ് വീണ്ടും ഇത് ചെക്ക് ചെയ്യുന്ന സമയത്ത് 0.6 വീണ്ടും ഒരു 0.1 മില്ലി സെക്കൻഡ് ഡ്യൂറേഷനിലും കൂടെ ഇവിടെ നെഗറ്റീവായി കിട്ടി. അപ്പോൾ എന്ത് ചെയ്യും? ഒരു 0.5 മില്ലി സെക്കൻഡ് കൂടെ തരും അടുപ്പിച്ചിട്ട്. അപ്പോൾ എത്രയായി? 0.5 മില്ലി സെക്കൻഡ് ഇവിടെയും ഒന്നും കൂടെ ആയി. അപ്പോൾ എത്രയായി? ടോട്ടൽ 1 മില്ലി സെക്കൻഡ് ആയി. മനസ്സിലായല്ലോ? അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇവിടെ കൊടുക്കുന്ന പൾസ് എന്തായാലും ഈ 0.5 മില്ലി സെക്കൻഡിൻ്റെക്കാളും വളരെ കുറവായിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എത്ര എടുക്കാം? ഇതിനെ 0.3 മില്ലി സെക്കൻഡ് ഡ്യൂറേഷൻ നമുക്ക് ഇവിടെ കൊടുക്കാം. അങ്ങനെയാണ് നമ്മളിവിടെ 0.3 മില്ലി സെക്കൻഡ് ഡ്യൂറേഷനിൽ ഒരു നെഗറ്റീവ് പൾസ് നമ്മളിവിടെ കൊടുക്കുന്നത്. ഇതിൻ്റെയൊക്കെ ഡിസൈൻ വരും, അത് നമുക്ക് നോക്കാം, കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അങ്ങനെ നമ്മൾ ഇതെടുക്കുന്നു. 0.83 സെക്കൻഡ് ഒക്കെ എങ്ങനെ വന്നതെന്ന് പറഞ്ഞു തരാം. ഇതാണ് അതിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം. അപ്പം ഇതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. ഇത് അസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ യൂസിങ് 555. ഇത് 10 വോൾട്ടാണ് നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നത്. ഈ 10 വോൾട്ടിൽ ഇങ്ങനെ കൊടുക്കുന്ന സമയത്ത് ഈ റെസിസ്റ്റർ വഴി കപ്പാസിറ്റർ ചാർജ് ചെയ്യും. അതാണ് ഇതിൻ്റെ ഓൺ ടൈമിനെ നിശ്ചയിക്കുന്നത്. അതായത് ഈ ടൈമിനെ നിശ്ചയിക്കുന്നത് ഇത് മൂന്നും കൂടെ ചാർജ് ചെയ്തിട്ടുള്ളതാണ്. ഓഫ് ടൈം മീൻസ് ഈ ടൈമിനെ നിശ്ചയിക്കുന്നത് എങ്ങനെയാണ്? ഈ കപ്പാസിറ്ററാണ്. ഈ കപ്പാസിറ്റർ ഡിസ്ചാർജാണ് അസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്ററിൻ്റെ ഈ ടൈമിനെ നിശ്ചയിക്കുന്നത്. അപ്പം ഡിസ്ചാർജ് ഈ കപ്പാസിറ്ററും ഈ റെസിസ്റ്ററും തമ്മിലാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ചാർജിങ് ഈ റെസിസ്റ്ററും ഈ കപ്പാസിറ്ററും തമ്മിലാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. അപ്പം ചാർജിങ്ങിൻ്റെ ഒരു ഇക്വേഷൻ വരുന്നത് ഈ റെസിസ്റ്റർ പ്ലസ് ഈ റെസിസ്റ്റർ ആൻഡ് ഈ കപ്പാസിറ്റർ. ഡിസ്ചാർജിങ് സമയത്ത്, അതായത് ഈ സമയത്ത് ഓഫായി കിട്ടുന്ന സമയത്ത് ഈ റെസിസ്റ്റർ ഈ കപ്പാസിറ്ററുമാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ഓക്കെ, അപ്പം ഈ റെസിസ്റ്ററും ഈ കപ്പാസിറ്ററുമാണ് നമ്മൾ 0.5 മില്ലി സെക്കൻഡിനേക്കാൾ കുറവ് വാല്യൂ, അതായത് 0.3 മില്ലി സെക്കൻഡിന് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്യേണ്ടത്. മനസ്സിലായല്ലോ? ഇനി ഈ പൾസ് ഓൺ ടൈമാണ്. അത് ഡിസൈൻ ചെയ്യേണ്ടത് ആരൊക്കെയാ? ഈ റെസിസ്റ്ററും ഈ കപ്പാസിറ്ററുമാണ്. മനസ്സിലായല്ലോ? അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇത് ഇങ്ങനെ ഒരു പൾസിനെ തരുന്നു. ഇത് 0.3 മില്ലി സെക്കൻഡ് ഡ്യൂറേഷനിൽ, അതായത് ഈ റെസിസ്റ്ററും ഈ കപ്പാസിറ്ററും വെച്ചിട്ട് നമ്മൾ ഡിസൈൻ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഓൺ ടൈം ഈ 3 വെച്ചിട്ടുള്ളത് കഴിഞ്ഞിട്ട് അടുത്ത പൾസ് അപ്ലൈ ചെയ്യും. അങ്ങനെ ഇത് ഇവിടെ വരും. ഇതാണ് അതിൻ്റെ ഔട്ട്പുട്ട്. ഓക്കെ, ഈ ഔട്ട്പുട്ട് നമ്മൾ ഇതിനെ ട്രിഗറായിട്ട് കൊടുത്തു. മോണോസ്റ്റേബിൾ ഇതിൻ്റെ ട്രിഗറായിട്ട് കൊടുത്തു. ഇതിൻ്റെ പൾസ് വിഡ്ത്തിനെ നിശ്ചയിക്കുന്നത് ഈ റെസിസ്റ്ററും ഈ കപ്പാസിറ്ററുമാണ്. മനസ്സിലായില്ലേ? അപ്പം ഇതിൻ്റെ സർക്യൂട്ടൊക്കെ നിങ്ങൾക്ക് അറിയാം 555ൻ്റെ ഡീറ്റെയിൽ ആയിട്ട്. അപ്പോൾ അത് അത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയാൻ നിൽക്കുന്നില്ല. അത് നിങ്ങളൊന്ന് ജസ്റ്റ് പഠിക്കുക. ഈ റെസിസ്റ്ററും ഈ കപ്പാസിറ്ററുമാണ്. ഇപ്പോൾ എന്ത് സംഭവിക്കും? അപ്പോൾ ഇതിൻ്റെ ഒരു ഇക്വേഷൻ വരുന്നത് 0.5 മില്ലി സെക്കൻഡ് ഡ്യൂറേഷൻ എന്ന് പറയുന്നത് ഈ റെസിസ്റ്ററും ഈ കപ്പാസിറ്ററുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇതാണ് ഔട്ട്പുട്ട് വേവ് ഫോം. അപ്പോൾ എന്ത് സംഭവിച്ചു? ഇവിടെ ഒരു
ഈ അസ്റ്റബിൾ മൾട്ടി വൈബ്രേറ്റർ ഇങ്ങനത്തെ ഒരു വേവ് ഫോമിനെ തരുന്നു. ഇതാ അസ്റ്റബിൾ മൾട്ടി വൈബ്രേറ്റർ നമ്മൾ ഡിസൈൻ ചെയ്തതനുസരിച്ച് 0.3 മില്ലി സെക്കൻഡ് ഡ്യൂറേഷനിൽ ഓഫ് ടൈമും അറൗണ്ട് ഇത്രയും ഡ്യൂറേഷനിൽ ഓൺ ടൈമും ആക്കിയിട്ട് നമ്മൾ ഇങ്ങനെ ഒരു പൾസിനെ തരുന്നു. മോണോസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ എപ്പോഴാണ് ഇത് 0 ആവുന്നത്? അവിടുന്ന് 0.5 മില്ലി സെക്കൻഡ്, അപ്പോൾ 3 മില്ലി സെക്കൻഡിനേക്കാളും കുറച്ചത് കൂടുതലായിട്ട് 5 മില്ലി സെക്കൻഡ് ഡ്യൂറേഷനിൽ ഒരു പൾസിനെ തരുന്നു. അടുത്ത നെഗറ്റീവ് ആകുന്ന സമയത്ത് വീണ്ടും 0.5 മില്ലി സെക്കൻഡ് ഡ്യൂറേഷനിൽ ഒരു പൾസിനെ തരുന്നു. ഇതാണ് ജനറൽ ആയിട്ടുള്ള സർക്യൂട്ട്. നമ്മളിത് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒന്ന് സൂക്ഷിച്ച് നോക്കിയാൽ കാണാം, ഇത് 0.3 മില്ലി സെക്കൻഡാണ് അല്ലേ ഈ ഡ്യൂറേഷൻ. ഈ ഇവിടെ മുതൽ ഇവിടം വരെയോ എത്ര വേണം? 0.83 സെക്കൻഡാണ് വേണ്ടത്. അതെങ്ങനെ കിട്ടിയെന്ന് പറഞ്ഞുതരാം. നമ്മുടെ നോർമൽ ഹാർട്ട് റേറ്റ് എടുക്കുകയാണെങ്കിൽ 72 BPM, ഒരു മിനിറ്റിൽ 72 പ്രാവശ്യം അടിക്കണം. പേസിംഗ് പൾസ് ടൈം ഡ്യൂറേഷൻ വെച്ചിട്ടുണ്ടെങ്കിൽ 0.5 മില്ലി സെക്കൻഡ് ഡ്യൂറേഷനിലുള്ള പേസിംഗ് പൾസിനെ അറ്റ് 72 BPM കൊടുക്കണം. അല്ലെങ്കിൽ ഒരു മിനിറ്റിൽ 72 പ്രാവശ്യം അടിക്കണം. അങ്ങനെയാണെങ്കിൽ ഇവിടം മുതൽ ഇവിടം വരെ, തെറ്റിപ്പോയി, ഇവിടം മുതൽ ഇവിടം വരെയാണ് വേണ്ടത്. ഇവിടം മുതൽ ഇവിടം വരെയുള്ള ഡ്യൂറേഷൻ എന്ന് പറയുന്നത് എത്രയാണ്? പേസിംഗ് ടൈം പീരീഡ് T = 60. എത്രയാണോ BPM 60 ഡിവൈഡഡ് ബൈ 72 എത്ര കിട്ടും? 0.83 സെക്കൻഡ്. അങ്ങനെയാണ് 0.83 സെക്കൻഡ് നമുക്ക് കിട്ടിയത്. ഇവിടം മുതൽ ഇവിടം വരെ 0.83 സെക്കൻഡ് കഴിഞ്ഞിട്ട് വേണം അടുത്ത പൾസ് കൊടുക്കാൻ. മനസ്സിലായല്ലോ? അപ്പം ഇതിനകത്ത് നമുക്കൊരു കാര്യമുള്ളത്, ഇത് 0.83 സെക്കൻഡാണ്, ഇത് 0.3 മില്ലി സെക്കൻഡാണ്. അപ്പം നമുക്ക് ഇത് വേണമെങ്കിൽ ചെറുതായിട്ട് നെഗ്ലക്റ്റ് ചെയ്യാം. 0.83 സെക്കൻഡിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ 0.3 മില്ലി സെക്കൻഡ് വളരെ സ്മോൾ ആയതുകൊണ്ട് നമുക്കിത് നെഗ്ലക്റ്റ് ചെയ്യാം. നിങ്ങൾക്ക് കാണാം ഡിസൈനിൽ. അങ്ങനെയാണ് T = 0.83 സെക്കൻഡ് ഡ്യൂറേഷൻ കിട്ടുന്നത്. ഓക്കെ, അസ്റ്റബിൾ മൾട്ടി വൈബ്രേറ്റർ ഡിസൈനിലേക്ക് നോക്കാം. T ഓഫ് ടൈം = 0.693 R2 × C1. R2 × C1. T ഓഫ് എന്താ? ഈ T = ഓഫ് ടൈം. അതെന്തുമായിട്ടാണ് ബന്ധപ്പെട്ടത്? ഈ റെസിസ്റ്റർ, ഈ കപ്പാസിറ്റർ ഉണ്ടോ? ഓക്കെ, അതിൻ്റെ ഇക്വേഷൻ എന്താ? T ഓഫ് = 0.693 × R2 × C1. 0.693 × R2 × C1. ഇത് രണ്ടുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് അല്ലേ? ഓക്കെ, അതാണ് ഇക്വേഷൻ. അത് എത്ര ആയിരിക്കണം? ലെസ് ദാൻ 0.5 മില്ലി സെക്കൻഡ്. അത് എന്തുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞു. ഈ ഒരു കേസ് വെച്ച് നിങ്ങളോട് ഞാൻ പറഞ്ഞു. അപ്പോൾ ലെസ് ദാൻ 0.5 മില്ലി സെക്കൻഡ്. അപ്പോൾ നമുക്ക് 0.5 മില്ലി സെക്കൻഡ് നമുക്ക് അതൊരു 0.3 മില്ലി സെക്കൻഡൊക്കെ എടുക്കാം. അപ്പം 0.693 R2 × C1 = 0.3 മില്ലി സെക്കൻഡ്. C1നെ നമുക്ക് 1 മൈക്രോ ഫാരഡ് ആയിട്ട് അസ്യൂം ചെയ്യാം. അപ്പോൾ R എന്ത് കിട്ടും? ഈ ഇക്വേഷനിൽ കൊടുത്താൽ R2 = 470 Ohm എന്ന് കിട്ടും. ആ 470 Ohm ഇവിടെ കിട്ടും. ഇത് 1 മൈക്രോ ഫാരഡ് ഇട്ടു, ഇത് 470 Ohm ഇട്ടു. അത് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അടുത്തത് Ton എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ? ഈ റെസിസ്റ്ററും ഈ കപ്പാസിറ്ററുമായിട്ട് ബന്ധപ്പെട്ടുള്ള Ton = 0.693 × R + R2 × C1. ഇവിടെ R എന്ന് വെച്ചാൽ R1 + R3 ആണ്. R1 + R3 ഇത് മൊത്തമായിട്ട് R ആയിട്ട് എടുത്തു. R × R2 R + R2 × C1. R + R2 × C1. ഓക്കെ, ഇതിനകത്ത് R2 വളരെ ചെറുതാണ് അല്ലേ? 470 Ohm എന്ന് വെച്ചാൽ വളരെ ചെറുതാണ്. അപ്പം എന്ത് ചെയ്തു? Ton = 0.693 R × C1 = 0.83 സെക്കൻഡ്. എന്ന് വെച്ചാൽ Ton ഓൺ ആകുന്ന ഈ സമയം എന്ന് പറയുന്നത് ശരിക്കും ഇവിടെ മുതൽ ഇവിടെ വരെ ഉള്ളൂ. നമ്മളിത് കുറച്ചുകൂടെ കൂടുതലാക്കി എടുത്തു. 0.83 സെക്കൻഡ്. അതായത് ഈ 0.3 മില്ലി സെക്കൻഡ് എന്ന് പറയുന്നത് 0.83 സെക്കൻഡിനേക്കാളും എത്രയോ ചെറുതാണ്. അതുകൊണ്ട് നമുക്ക് ജനറലായിട്ട് അത് ഒരു ഡിസൈൻ എളുപ്പത്തിന് നമ്മളത് ഫുള്ള് ഓൺ ടൈം ആക്കി എടുക്കുന്ന പോലെ നമുക്ക് കൺസിഡർ ചെയ്യാം. ഓക്കെ, അപ്പോൾ C1 = 1 മൈക്രോ ഫാരഡ് ആണ്, നിങ്ങൾക്കറിയാം. അങ്ങനെയാണെങ്കിൽ R 1.2 മെഗാ ഓം എന്ന് കിട്ടി. R എന്ന് വെച്ചാൽ ഈ രണ്ട് റെസിസ്റ്ററിൻ്റെ സമ്മാണെന്ന് പറഞ്ഞല്ലോ. 1.2 മെഗാ ഓം എന്ന് കിട്ടി. അപ്പോൾ 1 മെഗാ ഓമിൻ്റെ റെസിസ്റ്റർ ഇവിടെ ഇട്ടു. 220K
ഇവിടെ ഇട്ടു. അപ്പം ടോട്ടൽ 1.2 MΩ ആയി. ആ സെക്ഷൻ ഇവിടെ ഇട്ടു. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു പൾസ് കിട്ടും. അത് നമ്മൾ ട്രിഗറായിട്ട് കൊടുത്തു. ഇനി മോണോസ്റ്റേബിളിൻ്റെ ഡിസൈൻ എങ്ങനെയാണ് വരുന്നത് നോക്കാം. മോണോസ്റ്റേബിൾ എന്തായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? മോണോസ്റ്റേബിൾ R5 റെസിസ്റ്ററും C3 റെസിസ്റ്ററുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. എങ്ങനെയാണ്? T1 = 1.1 R5 × C1. അത് എത്രയാ? 0.5 മില്ലി സെക്കൻഡ് ആയിരിക്കണം അല്ലേ? ഇത് 0.5 മില്ലി സെക്കൻഡ് ഡ്യൂറേഷൻ ആയിരിക്കണം. അപ്പോൾ T1 = 1.1 R5 × C3 which is equal to 0.5 മില്ലി സെക്കൻഡ്. C3 = 0.01 മൈക്രോഫാരഡ് അസ്യൂം ചെയ്തു. അങ്ങനെ തന്നെ R5 എത്രയാ? ഇക്വേഷനിൽ കൊടുക്കുക. R5 47K അപ്രോക്സിമേറ്റ്ലി നമുക്ക് കിട്ടും. ആ 47K നമ്മളിവിടെ ഇട്ടു. ഇങ്ങനെയാണ് നമ്മൾ ഇതിൻ്റെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു പൾസ് കിട്ടും. ബാക്കി ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് ലാബിൽ പോയിട്ട് കുറച്ച് കൂടുതലായിട്ട് നോക്കാം. അതൊക്കെ എങ്ങനെയാണ് ഈ പൾസ് വരുന്നത്, ആ പൾസ് എങ്ങനെയൊക്കെ മെഷർ ചെയ്യാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ലാബിൽ നിന്ന് നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയാൻ പറ്റും. നമുക്ക് ലാബിലേക്ക് പോകാം. ഓക്കെ, പേസ് മേക്കർ സർക്യൂട്ടാണ്. നമ്മളിപ്പോൾ ലാബിലേക്ക് വന്നിരിക്കുകയാണ്. നമുക്ക് നോക്കാം. ഇതാണ് ഫസ്റ്റ് സെക്ഷൻ. മുന്നേ ഞാൻ പറഞ്ഞത് ഇത് രണ്ടാമത്തെ സെക്ഷനാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ 10 വോൾട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം ഈ നിങ്ങൾക്ക് ഇതിൻ്റെ ഇത് അസ്റ്റേബിൾ ആയിട്ടാണ് വർക്ക് ചെയ്യുക. 555 നിങ്ങൾക്ക് ഇതിൻ്റെ വർക്കിംഗ് അറിയാം. അപ്പോൾ എന്ത് സംഭവിക്കും? ഇതിങ്ങനെ വന്നിട്ട് ഇത് ചാർജ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ഈ റൂട്ടിലാണ് വരിക. അപ്പോൾ നമ്മൾ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത് 0.83 സെക്കൻഡിന് വേണ്ടിയിട്ടാണ്. അതായത് 72 BPM കറസ്പോണ്ടിങ് ആയിട്ട് ഉള്ള രീതിയിലാണ് നമ്മൾ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത് ഈ രണ്ട് റെസിസ്റ്റൻസ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇത് നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്നത് നമുക്ക് ഏകദേശം ടോട്ടലായിട്ട് വേണ്ടത് 0.5 മില്ലി സെക്കൻഡ് ഡ്യൂറേഷണൽ ഔട്ട്പുട്ടാണ്. അപ്പോൾ അതിനെക്കാട്ടും കുറവുള്ള രീതിയിൽ വേണം ഇത് സെലക്ട് ചെയ്യാൻ. അപ്പം 470 Ω നമ്മൾ സെലക്ട് ചെയ്തു. അതൊക്കെ മുന്നേ പറഞ്ഞാണ്. ഇനി നമുക്കിപ്പോൾ നോക്കാനുള്ളത് ഇവിടെ ഈ മൂന്നാമത്തത് ഔട്ട്പുട്ടാണ്. ഇവിടെ നമുക്ക് ഇത് 10 വോൾട്ട് വരും. ഇവിടെ നമുക്ക് ഇങ്ങനെ ഒരു സിഗ്നൽ കിട്ടുന്നുണ്ടോ? മാത്രമല്ല, ഇങ്ങനെ ഒരു സിഗ്നൽ കിട്ടുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 0.5 മില്ലി സെക്കൻഡിനെക്കാട്ടും കുറവാണോ? കൂടിയാൽ എന്ത് സംഭവിക്കും? 0.5 മില്ലി സെക്കൻഡിനേക്കാളും കൂടിയാൽ അത് ഒരു നെഗറ്റീവായിട്ട് ഒരു ട്രിഗറും കൂടി ആയിട്ട് എടുത്തിട്ട് വീണ്ടും ഒരു 0.5 മില്ലി സെക്കൻഡ് തരും. അപ്പോൾ നമുക്ക് കറക്റ്റ് ഔട്ട്പുട്ട് കിട്ടില്ല. നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അപ്പം ആ രീതിയിൽ ഇത് 0.5 മില്ലി സെക്കൻഡിനെക്കാട്ടും കുറവാണോ? ഈ രണ്ട് കാര്യമാണ് നമ്മളിപ്പോൾ ചെക്ക് ചെയ്യുന്നത്. നമുക്ക് നോക്കാം. ഓക്കെ, ഇത് ഞാൻ ഇപ്പോൾ മുഴുവൻ കണക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ സാധാരണ കണക്ട് ചെയ്യുന്ന സമയത്ത് ആദ്യം ഫസ്റ്റ് സെക്ഷൻ ചെയ്തതിന് ശേഷം മാത്രമേ രണ്ടാമത്തെ സെക്ഷൻ ചെയ്യാവുള്ളൂ. അപ്പോൾ ഇതിനകത്ത് ഇതാണ് ഫസ്റ്റ് സെക്ഷൻ, ഇത്രയും സെക്ഷൻ. അപ്പം ഇതിൻ്റെ ഔട്ട്പുട്ടാണ് നമ്മളിവിടെ ചെക്ക് ചെയ്യുന്നത്. നമുക്കത് DSO അല്ല, അതെങ്ങനെ പെർഫോം ചെയ്യുന്നത് കാണാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയ ഔട്ട്പുട്ട്. ഞാനിപ്പോൾ റൺ ആൻഡ് സ്റ്റോപ്പ് ചെയ്തിട്ട് നിങ്ങൾക്കത് കാണിച്ചു തരാം എങ്ങനെയാണ് നമുക്കത് കിട്ടുന്നതെന്ന്. അപ്പോൾ നമ്മൾ കർസറായിട്ട് നമുക്കൊന്ന് മെഷർ ചെയ്ത് നോക്കാം. കർസർ സോഴ്സ് 1 CH1 സോഴ്സ് 1 നമ്മൾ സെലക്ട് ചെയ്തു. ഒന്നാമത്തെ കർസർ നമ്മൾ പ്രസ് ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവച്ചു. അപ്പോൾ നമുക്ക് കിട്ടേണ്ട എത്രയാ? 830 മില്ലി സെക്കൻഡ് അല്ലേ? എത്ര കിട്ടും നോക്കാം. 840 കിട്ടിയിട്ടുണ്ട്. അത് കുഴപ്പമില്ല, നമുക്കത് എടുക്കാം. അപ്പം 72 BPM കറസ്പോണ്ടിങ് ആയിട്ടുള്ള 840 മില്ലി സെക്കൻഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓരോ 840 മില്ലി സെക്കൻഡ് ആകുന്ന സമയത്തും ഒരു ലോവർ ട്രിഗർ ഇങ്ങനെ വരുന്നുണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യും? ഈ അടുത്ത സെക്ഷനെ മോണോസ്റ്റേബിളിനെ ട്രിഗർ ചെയ്യും. ആ സ്റ്റേബിളിന് നമുക്ക് ഇങ്ങനെയാണ് കിട്ടിയത്. ഇനി നമുക്ക് അതിൻ്റെ പൾസ് വിടുത്തും കാര്യങ്ങളൊക്കെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കണം. അതിന് നമുക്ക് ഈ ട്രിഗർ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അത് നോക്കാം. ഓക്കെ, എങ്ങനെയാണ് ട്രിഗറിങ് നോക്കാം. നിങ്ങൾ ഈ DS ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ട്രിഗർ മെനു പ്രസ് ചെയ്യുക. പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വരും എഡ്ജ്. ഏത് എഡ്ജിലാണ് ട്രിഗർ ചെയ്യേണ്ടത്? അപ്പോൾ നമ്മൾ പറഞ്ഞു ആദ്യം ഹൈ ആയിരിക്കും, ഈ ലോവർ പോർഷനിലോട്ട് പോകും. ആ ഒരു ഭാഗത്താണ് നമ്മൾ ട്രിഗർ ചെയ്യേണ്ടത്. ഏതാണ് സോഴ്സ്, ഏതാണ് നമ്മൾ CH1 ആണ്, 1ലേക്കാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം CH1 സെലക്ട് ചെയ്യുക. സ്ലോപ്പ് റൈസിങ് എഡ്ജിലാണോ ഫോളിങ് എഡ്ജിലാണോ ചെയ്യേണ്ടതെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് റൈസിങ് അല്ല, ഫോളിങ് ആണ്. താഴോട്ട് വരുമ്പോഴാണ് നമുക്ക് അറിയേണ്ടത്. പിന്നെ ഇത് സാധാരണ നിങ്ങൾ ഓട്ടോ മോഡിലൊക്കെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഇത് മാറ്റിയിട്ട്
നോർമൽ മോഡിൽ ഇട്ടാൽ നമുക്ക് ട്രിഗറിൻ്റെ ലെവൽ സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ ഞാനിങ്ങനെ മൂവ് ചെയ്യുന്നതനുസരിച്ചിട്ട് ഒരു 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 ഇൻഡിക്കേഷൻ മൂവ് ചെയ്യുന്ന കണ്ടില്ലേ, അതാണ് ട്രിഗർ. അതായത് ഇത് ഞാൻ ഇവിടെ കൊണ്ട് വെച്ചാൽ അതിൻ്റെ അർത്ഥം ഈ ഹൈന്ന് ഈ ലെവലിനെക്കാട്ടും താഴോട്ട് പോകുന്ന ഫോളിംഗ് അടിച്ചിലാണല്ലോ സംഭവിക്കുന്നത്. ഈ ഇതിനെക്കാട്ടും താഴോട്ട് പോകുന്ന സമയത്ത് അത് ട്രിഗർ ആകും എന്നാണ് അർത്ഥം. അത് മാത്രമല്ല എവിടെ ട്രിഗർ ആകണം എന്നുള്ളൊരു കാര്യം കൂടി ഉണ്ട്. അത് തീരുമാനിക്കുന്നത് പൊസിഷനാണ്. അപ്പം പൊസിഷൻ നമുക്ക് എന്ത് ചെയ്യാം, അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ ഒരു സംഗതി മൂവ് ചെയ്യുന്നത് കാണാം, ഒരു ഇൻഡിക്കേഷൻ വൈറ്റ് മാർക്ക്. അപ്പോൾ നമുക്ക് നടുക്ക് വെക്കാം. ഇവിടെ മുതൽ നമുക്ക് ട്രിഗർ ആകണം എന്നുള്ള രീതിയിൽ ഇവിടെ സെറ്റ് ചെയ്തു. അപ്പോൾ അവിടെ ട്രിഗർ ആകുന്നുണ്ട്, നിങ്ങൾക്ക് കാണാം. പിന്നെ സ്കെയിലൊന്ന് കൂട്ടിയാൽ കറസ്പോണ്ടിങ് ആയിട്ട് കറക്റ്റായിട്ട് നമുക്ക് കിട്ടും ട്രിഗറിങ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ പൾസ് വിടുത്തൊക്കെ മെഷർ ചെയ്യുന്നത് ബുദ്ധിമുട്ടായിരിക്കും. റൺ ആൻഡ് സ്റ്റോപ്പ് ചെയ്തിട്ട് നമുക്കൊന്ന് മെഷർ ചെയ്ത് നോക്കാം. എത്ര കിട്ടി? കർസർ, ഒരു കർസർ ഇവിടെ. നെക്സ്റ്റ് ഇവിടെ. ഓക്കെ, നമുക്കത് 320 മൈക്രോ സെക്കൻഡ് എന്നൊക്കെ കിട്ടി. അപ്പം അത് മനസ്സിലായല്ലോ. 320 മൈക്രോ സെക്കൻഡ് എന്ന് വെച്ചാൽ 0.3 മില്ലി സെക്കൻഡ്. അത് 0.5 മില്ലി സെക്കൻഡിനെക്കാട്ട് കുറവാണ്. അപ്പം നമുക്കിത് ട്രിഗറായിട്ട് യൂസ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് നോക്കേണ്ടത് രണ്ടാമത്തെ സെക്ഷനാണ്. അപ്പോൾ നമുക്കിവിടെ നമുക്ക് എന്ത് കിട്ടുന്നു? ഹൈന്ന് 0 പോകുന്ന, അതായത് 5 വോൾട്ടാണ് നമ്മൾ കൊടുത്തെങ്കിൽ 10 വോൾട്ടാണ് കൊടുത്തെങ്കിൽ 10 0 പോകുന്ന, അല്ലെങ്കിൽ 5 0 പോകുന്ന PCCക്ക് അനുസരിച്ചിട്ട് 1 വോൾട്ട് നമുക്ക് ഇവിടെ കിട്ടുന്നു. ഇത് നമ്മൾ ഇതിലോട്ട് കൊടുക്കുക, ട്രിഗറിലോട്ട് കൊടുക്കുക, ട്രിഗറിങ് പോയിന്റ് രണ്ടാമത്തെ പിന്നിലോട്ട്. ഇത് പിന്നിലോട്ട് കൊടുക്കുന്ന സമയത്ത് ഇതിനൊന്ന് ബയാസ് ചെയ്യാൻ വേണ്ടിയിട്ട് 47 കിലോ ഓമോ അല്ലെങ്കിൽ 10K ഇട്ട് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം എന്ത് ചെയ്യുന്നു നോക്കാം. അപ്പം എന്ത് സംഭവിക്കും? ഇവിടെ ഹൈ ആണ് വരുന്നതെങ്കിൽ ഇത് ട്രിഗറിങ്ങോ കാര്യങ്ങളൊന്നും സംഭവിക്കില്ല. എപ്പോഴാണോ അത് ലോ ആവുന്നത്, ലോ ആവുന്ന സമയത്ത് ഔട്ട്പുട്ട് ഹൈ ആകും. ഔട്ട്പുട്ട് ഹൈ എത്ര സമയം ഹൈ ആകാനാണ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്? ഈ റെസിസ്റ്ററും ഈ കപ്പാസിറ്ററും 0.5 മില്ലി സെക്കൻഡ് നമുക്ക് കിട്ടണം എന്നുള്ള രീതിയിലാണ് അത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. 1.1 RC നിങ്ങൾ കണ്ടു അത്. അങ്ങനെയെങ്കിൽ നമുക്ക് നോക്കാം ഇപ്പം എന്താ ഇവിടെ സംഭവിക്കുന്നത് നോക്കാം. ഇങ്ങനെ ഇത് കണക്ട് ചെയ്യുന്ന സമയത്ത് ഇതിന്റെ ഡ്യൂറേഷൻ നമ്മൾ നേരത്തെ കണ്ടു 320 മൈക്രോ സെക്കൻഡ് ആണ്. അപ്പോൾ 320 മൈക്രോ സെക്കൻഡ് നേരം ഒരു ട്രിഗർ ഇവിടെ കിട്ടി രണ്ടാമത്തെ പിന്നിൽ. അപ്പോൾ ഇതെന്ത് ചെയ്തു? 0.5 മില്ലി സെക്കൻഡ് ഡ്യൂറേഷനിൽ ഒരു ഹൈ പൾസ് തന്നു. ശേഷം എന്ത് ചെയ്യും? അടുത്തത് പൾസ് എപ്പോൾ വരിക? 0.83 സെക്കൻഡ് കഴിഞ്ഞിട്ട്, അല്ലേ? 83 സെക്കൻഡ് കഴിഞ്ഞിട്ട് അടുത്തൊരു 320 മൈക്രോ സെക്കൻഡ് ഡ്യൂറേഷൻ അല്ലെങ്കിൽ 0.3 മില്ലി സെക്കൻഡ് ഡ്യൂറേഷനിൽ ഒരു ഇൻപുട്ട് കൊടുക്കുന്നു, ട്രിഗർ കൊടുക്കുന്നു. വീണ്ടും ഇത് 0.5 മില്ലി സെക്കൻഡിൽ ഒരു ഔട്ട്പുട്ട് തരുന്നു. ഇത് കിട്ടുന്നുണ്ടോ നോക്കാം. ഓക്കെ, ഇതാണ് രണ്ടാമത്തെ സെക്ഷൻ. അപ്പോൾ മൂന്നാമത്തെ ഔട്ട്പുട്ട് നമ്മൾ രണ്ടാമത്തെ ഇതായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ സർക്യൂട്ടൊന്നും അധികം പറയുന്നില്ല, ഇതൊക്കെ ബേസിക് കണക്ഷനാണ്, അതൊക്കെ നിങ്ങൾക്ക് അറിയാം. അപ്പോൾ ഇതിൻ്റെ മൂന്നിനും നമ്മൾ ഔട്ട്പുട്ട് നോക്കുന്നു. ഔട്ട്പുട്ട് DSOയിൽ എങ്ങനെ കാണുന്നതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇതാണ് ഫസ്റ്റ് സെക്ഷൻ, ഇതാണ് രണ്ടാമത്തെ സെക്ഷൻ. അപ്പം ഫസ്റ്റ് സെക്ഷൻ്റെ നെഗറ്റീവ് വരുമ്പോൾ തന്നെ ഇതിന് ഒരു പൾസ് നമുക്ക് കിട്ടുന്നുണ്ട്. അതിൻ്റെ ഡ്യൂറേഷൻ 0.5 മില്ലി സെക്കൻഡ് ആണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യണം. ആണെങ്കിൽ മാത്രമേ പേസിങ് വർക്കാവുള്ളൂ, പേസ് മേക്കർ കറക്റ്റായിട്ട് വർക്കാവുള്ളൂ. അത് നമുക്ക് നോക്കണം. അപ്പോൾ ഇത് നിങ്ങൾ ചിന്തിക്കും, ഇത് കഴിഞ്ഞിട്ട് ഇതിനെന്താ ഈ ഡ്യൂറേഷൻ തന്നെയാണല്ലോ ഇവിടെ ഉള്ളത്, അപ്പോൾ ഒരു പൾസ് എന്താ മിസ്സായെന്ന് വിചാരിക്കും. അപ്പോൾ അല്ല, പൾസ് മിസ്സായിട്ടില്ല. DSO അത് പെട്ടെന്ന് 0.5 മില്ലി സെക്കൻഡ് പ്രോസസ്സ് ചെയ്യാൻ കുറച്ച് സമയം എടുക്കുന്നതുകൊണ്ടാണ് അങ്ങനെ വന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ കണക്ട് ചെയ്ത് കുറച്ച് നേരം വെയിറ്റ് ചെയ്താൽ അത് കറക്റ്റായിട്ട് കിട്ടും. എന്തായാലും നമുക്ക് ആ കർസർ ഇട്ടൊന്ന് മെഷർ ചെയ്യാം. കർസർ ഇടുന്നൊക്കെ നിങ്ങൾക്ക് അറിയാം, എത്ര കിട്ടും നോക്കാം. ഒന്നാമത്തത് ടൈം ഡ്യൂറേഷൻ ആയതുകൊണ്ട് ഏത് സോഴ്സ് സെലക്ട് ചെയ്താലും കുഴപ്പമില്ല. ഓക്കെ, ഇവിടെ കൊണ്ടുവച്ചു. രണ്ടാമത്തത് ഇവിടെ കൊണ്ടുവച്ചു. എത്ര കിട്ടി? 840 മില്ലി സെക്കൻഡ് തന്നെ കിട്ടിയതാ. 840 മില്ലി സെക്കൻഡ് എന്ന് വെച്ചാൽ 0.83ക്ക് പകരം 84 കിട്ടി. അപ്പോൾ കറക്റ്റ് ബേസിംഗ് ആണ്. 72 BPM നമുക്ക് ഇവിടെ കിട്ടും. ഇനി നമുക്ക് ഇതിൻ്റെ ട്രിഗർ ഇട്ടിട്ട് അതിൽ കുറച്ച് കൂടുതലായിട്ട് നമുക്ക് അതിനൊന്ന് പഠിക്കാം. ഓക്കെ, നമ്മൾ ട്രിഗർ മെനു പ്രസ് ചെയ്യുന്നു. പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ വരും. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക്
ഒന്നെങ്കിൽ ഫോളിംഗ് എഡ്ജിൽ അല്ലെങ്കിൽ റൈസിംഗ് എഡ്ജിൽ നിങ്ങൾക്ക് ചെയ്യാം. റൈസിംഗ് എഡ്ജ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ സെക്കൻഡ് ചാനൽ സെലക്ട് ചെയ്യണം. ഫോളിംഗ് എഡ്ജ് ചെയ്യുകയാണെങ്കിൽ ഒന്നാമത്തെ ചാനൽ സെലക്ട് ചെയ്യണം. കാരണം എന്താ, ഫോളിംഗ് എഡ്ജിലാണ് ഔട്ട്പുട്ട് ഉണ്ടാവുക, അല്ലെങ്കിൽ റൈസിംഗ് എഡ്ജിൽ ഔട്ട്പുട്ട് നോക്കാം. ഏത് രീതിയിൽ വേണമെങ്കിലും നിങ്ങൾ സെറ്റ് ചെയ്യാം. ഞാൻ ഇപ്പോൾ സെറ്റ് ചെയ്തിരിക്കുന്നത് CH1 സോഴ്സ് 1, അതായത് ഫസ്റ്റ് സെക്ഷൻ്റെ ഇൻപുട്ടാണ്. പിന്നെ ഫോളിംഗ് എഡ്ജ് സെലക്ട് ചെയ്തു, മോഡ് നോർമൽ മോഡിൽ. ഓക്കെ, എന്നിട്ട് ട്രിഗറിൻ്റെ ലെവൽ എവിടെ സെറ്റ് ചെയ്തു? ഓക്കെ, ഇവിടെ സെറ്റ് ചെയ്തു. അപ്പോൾ ഇതിൻ്റെ താഴോട്ട് വരുമ്പോൾ ട്രിഗറിങ് സംഭവിക്കും. നമുക്ക് എവിടെയാണ് വേണ്ടത്? സെൻട്രലാണ് വേണ്ടത്. അപ്പം ഈ പൊസിഷൻ ഞാൻ സെൻറ്ററാക്കി ഫിക്സ് ചെയ്തു. നോക്കാം എന്ത് സംഭവിക്കുന്നത്. കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഒന്ന് വന്നിട്ടുണ്ട്. കുറച്ചുകൂടി ഒന്ന് നോക്കാം. അതിനൊന്ന് ഓക്കെ, നമുക്ക് ഇതിനെ പറ്റിയൊന്ന് പഠിക്കാൻ നിന്നാൽ നിങ്ങൾക്കത് മനസ്സിലാവും. നോക്കൂ, ഇത് ഒന്നാമത്താണ്. ഒന്നാമത്തെ ഡ്യൂറേഷൻ എത്രയാണ്? 320 മില്ലി സെക്കൻഡാണ്. ഇത് നമ്മുടെ ഔട്ട്പുട്ടാണ്. ഔട്ട്പുട്ട് എത്ര കിട്ടി? അറൗണ്ട് 440 കിട്ടി. നമ്മൾ 470 ആണ് ഇട്ടത്. അതുകൊണ്ടാണ് നമുക്ക് 440 കിട്ടിയത്. എന്നാലും കുഴപ്പമൊന്നുമില്ല. 500.5 മില്ലി സെക്കൻഡിന് പകരം 0.44 മില്ലി സെക്കൻഡ് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ ആ 470ക്ക് പകരം 560 ഇട്ടിരുന്നെങ്കിൽ നിങ്ങൾക്കത് കുറച്ചുകൂടെയും 47Kക്ക് പകരം തെറ്റിപ്പോയാണ്. 47Kക്ക് പകരം 56K ഇട്ടാൽ കുറച്ചുകൂടി ആക്യുറേറ്റ് ആയിട്ട് നിങ്ങൾക്കത് കിട്ടും. അപ്പം ഇതാണ് നമ്മുടെ ഔട്ട്പുട്ട് ഇങ്ങനെ വന്നിരിക്കുകയാണ്. ഇപ്പോൾ ട്രിഗറിങ്ങും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നോക്കൂ, ഡെൽറ്റ T = 440 മൈക്രോ സെക്കൻഡ്. ഇവിടെ നിങ്ങൾ പോയി നോക്കുക. ഈ റെഫറൻസും കാര്യങ്ങളും ഒക്കെ കയറി നോക്കിയാൽ നിങ്ങൾക്ക് ഇതിൻ്റെ കുറച്ചുകൂടി ഡീറ്റെയിൽസ് കിട്ടും. താങ്ക് യു.